ഇന്ന് നമുക്കൊരു ജിറാഫിനെ വരച്ചു നോക്കാം. കൊച്ചുകുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന കുറച്ച് കാർട്ടൂണിഷ് ആയിട്ടുള്ള കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരു ജിറാഫ്. നോർമലി നമ്മൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് എറർ ഫ്രീ ആക്കാനായിട്ട് ബേസിക് ഷേപ്പ് ചെയ്യുന്നത് ബിൽഡ് ചെയ്തെടുക്കും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, 2 ഓവൽ ഷേപ്പും കുറച്ച് ലൈൻസ് ഉപയോഗിച്ച് ആ ജിറാഫിൻ്റെ സ്കെലിറ്റൻ നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഞാൻ നമ്മുടെ കിഡ്സിന് വേണ്ടി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. 4 to 9 ഏജ് ഗ്രൂപ്പ്, 4 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളാണ് ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ്സിൽ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്ത ഒരു കാർട്ടൂണിഷ് ആയിട്ടുള്ള ജിറാഫിൻ്റെ പിക്ചറാണത്. അപ്പോൾ കാർട്ടൂണിഷ് ആയതുകൊണ്ട് തന്നെ നോർമൽ ജിറാഫിൻ്റെ പോലെ ഒന്നല്ല അതിൻ്റെ മൗത്ത് വന്നിരിക്കുന്നത്, ഒരു ചിരിക്കുന്ന ഫേസും അതേപോലെ തന്നെ അതിൻ്റെ ഹെഡിൻ്റെ ഷേപ്പ് കണ്ടോ, ഒരു പീനട്ട് പോലത്തെ ഒരു കപ്പലണ്ടി പോലത്തെ ഒരു ഷേപ്പൊക്കെയാണ്. പിന്നെ അതിൻ്റെ ആ ഒരു മുകളിലുള്ള കൊമ്പ് പോലത്തെ ഒരു ഭാഗം നമ്മൾ വരയ്ക്കുന്നുണ്ട്, ചെവികൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അവരുടെ ഡ്രോയിങ് സ്കിൽ ഇമ്പ്രൂവ് ആക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പിക്ചർ വരയ്ക്കുന്നതിൽ അവർക്കൊരു കോൺഫിഡൻസ് തോന്നണം. അങ്ങനെ തോന്നുവാണെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്ന സമയത്ത് ഇതിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ഉള്ള കുറെ കൂടി ഡിഫിക്കൽട്ട് ഷേപ്പുള്ള പിക്ചേഴ്സ് അവർക്ക് ഒബ്സർവ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ വീട്ടിലിരുന്ന് വരയ്ക്കാനായിട്ട് സാധിക്കും. കൂടാതെ എൻ്റെ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യുന്നൊരു മെയിൻ കാര്യം ബേസിക്കലി സ്റ്റുഡൻസിന്, ചെറിയ കുട്ടികൾക്ക് അവരുടെ ഡ്രോയിങ്ങിലെ നീറ്റ്നെസ് ഇമ്പ്രൂവ് ആക്കുക എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഒരു ലൈൻ വരയ്ക്കുന്നതിന് പകരം വീണ്ടും 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 മുകളിലൂടെ മൾട്ടിപ്പിൾ ലൈൻസ് ഇങ്ങനെ വരയ്ക്കും. അത് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ നീറ്റ്നെസ്സിനെ നശിപ്പിക്കും. ചില കുട്ടികളാണെങ്കിൽ ഒരുപാട് അമർത്തി വരച്ച് ശീലമുള്ളവരായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെറുപ്പത്തിലെ ഓരോ അക്ഷരങ്ങൾ എഴുതുമ്പോഴൊക്കെ പെന്നൊക്കെ നന്നായി അമർത്തി പിടിച്ച് അങ്ങനെ എഴുതി ശീലമുള്ളവരാണെങ്കിൽ ഡ്രോയിങ്ങിലേക്ക് വരുമ്പോഴും അവർക്ക് ആ ഒരു ശീലം ഉണ്ടായിരിക്കും. അപ്പോൾ ഡ്രോയിങ്ങിൽ ഒരുപാട് അമർത്തി ലൈൻസ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഇറേസ് ചെയ്യുമ്പോൾ പേപ്പറിൽ പാടുകൾ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, ഞാൻ കുറേ ലൈൻസ് ഇറേസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇറേസ് ചെയ്ത് കഴിഞ്ഞിട്ടും അത് ഓൾമോസ്റ്റ് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഒരു മിനിമം പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ്, ഒരുപാട് പ്രഷറിലേക്ക് പോകാതിരിക്കുക. ഞാൻ മിക്കവാറും ക്യാമറയിൽ കാണുന്നതിനായിട്ട് നോർമൽ വരയ്ക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജിറാഫിൻ്റെ ഡിസൈൻസൊക്കെ വരച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ കുട്ടികൾക്ക് മാത്രമല്ല ചിത്രത്തിൽ ഇഷ്ടപ്പെടുന്ന മുതിർന്നവർക്കും സിമ്പിളായിട്ടൊരു ജിറാഫിനെ ബ്യൂട്ടിഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. സോ നെക്സ്റ്റ് ടൈം ഒരു ഡ്രോയിങ് വരയ്ക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഈ ഒരു പിക്ചർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമന്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.